അതൊരു അപ്രതീക്ഷിതമായി കിട്ടിയ ഒരു മന്ത്രി പദവിയാണ്. വലിയ ഉത്തരവാദിത്തമാണ്. കഴിഞ്ഞ ഒരു 16 വർഷമായിട്ട് ജോലിയില്ല അല്ലേ? LIC ആയിട്ട് പോകുന്നു. എനിക്ക് ഉറക്കം നഷ്ടപ്പെട്ട ഒരു കാലം കൂടിയാണത്. അപ്പോഴും വരുമാനമൊന്നുമില്ല. അമ്മയ്ക്ക് ആ സമയത്ത് തൊഴിലുറപ്പിന് പോകുന്ന ചെറിയൊരു വരുമാനമുണ്ട്. നമ്മൾ ഉള്ളിൽ നിന്നൊരു കുറ്റബോധത്തെ ഇടയ്ക്കൊക്കെ നമ്മൾ വേട്ടയാടും. ഞാൻ എൻ്റെ സമയം കുറേ കൂടി മാറ്റി വെച്ചാൽ ഈ പറയുന്ന കാര്യങ്ങളുടെ ആവശ്യമില്ലല്ലോ. എനിക്ക് ഈ ഒരു പദ്ധതിയോടൊരു വൈകാരിക അടുപ്പമുണ്ട്. ഇതുപോലെ സ്ത്രീകളെ ശാക്തീകരിക്കപ്പെട്ട ഒരു പദ്ധതി സർക്കാരിൻ്റെ ഒരു പ്രൊജക്റ്റുകൾ ഒരു വർഷം വരെ ഉണ്ടാവില്ല. അത് സ്വന്തം വീട്ടിലെ അനുഭവം തന്നെയാണ്. അങ്ങനെ ഒരാൾക്ക് തൊഴിൽ വകുപ്പ് തന്നെ കിട്ടിയാൽ അത് വലിയൊരു കാര്യമായിരുന്നു. അപ്പോൾ ചിലരിത് ഒരു ഭാഗ്യമാണോ എന്നൊക്കെ എന്നോട് ചോദിക്കുമ്പോൾ അല്ല, അത് ഒരു പൊളിറ്റിക്കൽ സ്റ്റേറ്റ്മെൻറ്റ് കൂടിയാണ് അത്. താങ്കൾ ഈ ക്യാമറകളുടെ കണ്ണിലേക്ക് ഇടിച്ചു കയറുന്നത് കണ്ടിട്ടില്ല. എല്ലാ ഫ്രെയിമിലും നമ്മൾ ഉണ്ടാകണമെന്ന് വാശി പിടിക്കേണ്ട കാര്യമില്ല. നമുക്ക് അർഹതപ്പെട്ട ഫ്രെയിമൊന്നും നഷ്ടപ്പെടുകയില്ല. 8308 താങ്കളുടെ ഭൂരിപക്ഷം. അത് തന്നെയാണ് താങ്കളുടെ കാറിന്റെ രജിസ്ട്രേഷൻ നമ്പർ. ഇതെന്തൊക്കെയാണ് ഈ കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത് പോലെ. താങ്കൾ മൻമോഹൻ ബംഗ്ലാവാണ് ഇപ്പോൾ ചൂസ് ചെയ്തിരിക്കുന്നത്. യൂട്യൂബിൽ ഒരു ലിങ്ക് അയച്ചു തന്നത്. ഞാൻ മന്ത്രി ആയതിൽ വല്ലാതെ പ്രയാസപ്പെടുന്ന ആരോ ആണ് എനിക്ക് ഈ മൻമോഹൻ ബംഗ്ലാവ് എന്നെ അസൈൻ ചെയ്ത് തന്നിട്ടുള്ളത്.